ഹായ് ഡിയേഴ്സ്. ഇന്ന് നമുക്ക് വിഷു ആയിട്ട് നല്ലൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ? നല്ല സ്വാദൂറും മധുരമുള്ള ഉണ്ണിയപ്പം. അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കാന്ന് ഒന്ന് നോക്കിയാലോ? ആദ്യം തന്നെ ഞാൻ തലേ ദിവസം പച്ചരി 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ട്ടോ. പച്ചരി തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്ത് വെക്കണം. ഒരു 8 മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി എടുക്കണം. അരി ഒന്ന് ഊറ്റിയെടുക്കാൻ വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് വെള്ളം ഒന്ന് ഉരുക്കിയെടുക്കാം. ഒരു 1/4 കിലോ വെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി അതും കൂടെ അരിച്ചെടുത്തതിന് ശേഷം അരിയും ഉരുക്കിയ വെല്ലവും പിന്നെ 2 പാളയംതോടം പഴവും ചേർത്ത് മിക്സിയിലിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിലാക്കി ഓവർനൈറ്റ് വെക്കുക. പകലാണെങ്കിലും 8 മണിക്കൂർ വെച്ചാൽ മതി. ഇനി നമ്മൾ നെയ്യിൽ തേങ്ങയും കറുത്ത എള്ളും കൂടെ നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം ഈ മിക്സിനകത്തേക്ക് ചേർക്കുക. കുറച്ച് ഏലക്കാപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏത് ഓയിലായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാൻ സൺഫ്ലവർ ആണ് ഉപയോഗിച്ചത്. ഏത് എണ്ണ ഒഴിക്കുകയാണെങ്കിലും ആ കുഴിയുടെ 1/4 ഭാഗം ഒഴിക്കുക. അതിനുശേഷം നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ കൂട്ട് അതിനകത്തേക്ക് ഒരു 1/4 ഭാഗമായിട്ട് ഒഴിച്ചൊഴിച്ച് കൊടുക്കുക. 1/4 ഭാഗം മാത്രം മതി കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊന്തി ഇങ്ങോട്ട് വന്നോളും. ഒരുപാട് തീയിലിട്ട് വെക്കരുത് കേട്ടോ, എങ്കിൽ കരിഞ്ഞു പോകും. ലൈറ്റ് ബ്രൗൺ നിറമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിരിച്ചും മറിച്ചും ഇട്ട് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കോരിയെടുക്കാം. അപ്പൊ ഇനി ഉണ്ണിയപ്പത്തെ കുറിച്ച് ഒന്നും പറയണ്ടല്ലോ. നല്ല സോഫ്റ്റും സ്വാദേറുന്ന പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആ തേങ്ങയുടെ ഒരു കടിപ്പൊക്കെ വരുമ്പോ ഉണ്ടല്ലോ, ആഹാ, നല്ല ടേസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.